കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചു. 14 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 11 വയസ്സുള്ള പെൺകുട്ടിയാണ് അപകടത്തിൽ മരിച്ചത്. അപകടത്തിൽ ബസ്സിൽ നിന്ന് തെറിച്ചു വീണാണ് പെൺകുട്ടി മരിച്ചത്. പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിഥുൻ പിള്ള ചേരുന്നുണ്ട് അവിടെ നിന്ന്. മിഥുൻ, നമുക്കറിയാം വളരെയധികം ദുഃഖമാണ് ഈ ഒരു അവസരത്തിൽ പങ്കുവയ്ക്കാനുള്ളത്. കാരണം നമ്മൾ ആ CCTV ദൃശ്യങ്ങളെല്ലാം കണ്ടതാണ്, അതിൽ വ്യക്തമാണ്. പക്ഷേ എന്താണ് ഈ ബസ്സിനുണ്ടായത്? അല്ലെങ്കിൽ അമിത വേഗതയാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറുകൾ ബസ്സിന് സംഭവിച്ചതാണോ, അല്ലെങ്കിൽ റോഡിന്റെ പ്രശ്നമാണോ? എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ദിവിക, വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണ് കണ്ണൂർ വളക്കയിൽ നിന്ന് അല്പസമയം മുമ്പ് വന്നത്. കാരണം സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട് ഒരു വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു. നേദ്യ രാജേഷ് എന്ന് പറയുന്ന 5ാം ക്ലാസ്സുകാരിയാണ് അല്പസമയം മുമ്പ് ഈ ഒരു അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. 14 വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. ഈ അപകടത്തിന് ദൃക്സാക്ഷിയും അതേസമയം ഈ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഈ അപകടം നടന്ന ഉടനെ തന്നെ ഒരാൾ ഓടി ഈ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി ഇവിടത്തേക്ക് ഓടിയെത്തുന്നത്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ചേട്ടാ ആ സമയത്ത് വീടിനകത്തായിരുന്നു, സൗണ്ട് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നു. സൗണ്ട് കേട്ട് പുറത്ത് വരുമ്പോഴത്തേക്ക് വണ്ടി തലകുത്തായി മറിഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട്. പെട്ടെന്ന് വന്നപ്പോൾ സ്കൂൾ ബസ്സാന്ന് മനസ്സിലായി. കുറേ കുട്ടികൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പം പറയുന്ന കുട്ടികൾ അധികം പരിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. അവരൊക്കെ രക്ഷിച്ച് ഈ മരിച്ച കുട്ടി ബസ്സിനടിയിലായിട്ട് കുറച്ച് മുന്നോട്ടായിരുന്നു. ഡ്രൈവറുടെ സീറ്റിന് നേരത്തെ അടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം എല്ലാ കുട്ടികളും രക്ഷിച്ച് മുന്നോട്ടെത്തിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ എല്ലാവരും പുറത്തു വന്ന് നമ്മൾ ബസ് പൊക്കി കുട്ടിയെ പുറത്തേക്ക് വലിച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ എത്തുമ്പോഴത്തേക്കും മരിച്ചിട്ടുണ്ടായിരുന്നു കുട്ടി. ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ അധികം പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഏതൊരു കുട്ടികൾക്ക് ചെറുങ്ങനെ ഇവിടെ കണ്ണിന് ചെറിയൊരു പരിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു നെറ്റിക്ക്. ബാക്കി ആർക്കും കാര്യമായിട്ടുള്ള പരിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അപകടം നടന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഈ ഇറക്കം മുകളിൽ നിന്ന് താഴേക്ക് വണ്ടി ബ്രേക്കില്ലാണ്ട് മറിഞ്ഞു എന്നാണ് കേട്ടത്. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല, സൗണ്ട് മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് മുകളിൽ കുട്ടീനെ ഇറക്കിയിട്ട് കൊണ്ടുവിട്ടിട്ട് ബസ് താഴേക്ക് വരുന്നതാണ്. അറിയില്ല, കണ്ടിട്ടില്ല, ബാക്കിയുള്ള എല്ലാവർക്കും പരിക്ക് അല്ലാന്ന് കേട്ടത്. കണ്ടതും അങ്ങനെ തന്നെയാണോ? അധികം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ കാണുന്ന റോഡിൽ നിന്നാണ് ബസ് കുട്ടിയെ ഇറക്കിയ ശേഷം താഴേക്ക് വരുന്ന സമയത്ത് ഈ തൊട്ട് താഴെയുള്ള ഈ ഒരു താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ആ സമയത്ത് ഈ ഒരു താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞ അപകടമുണ്ടായത്. തൊട്ടപ്പുറത്തെ വീട്ടിലെ വ്യക്തിയാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അദ്ദേഹമാണ് ഈ അപകടം നടന്ന സമയത്ത് ശബ്ദം കേട്ട് ആദ്യം ഓടിയെത്തുകയും രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ മുൻകൈയെടുത്ത് നിൽക്കുകയും ചെയ്ത് അദ്ദേഹം ഉൾപ്പെടെയുള്ള നാട്ടുകാരാണ് ആദ്യം ഈ കുട്ടികളെ രക്ഷപ്പെടുത്തി ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തത്. ഏതായാലും ഒരു കുട്ടി മരണപ്പെട്ടു എന്നുള്ളൊരു ദാരുണമായൊരു സംഭവം തന്നെയാണ് കണ്ണൂർ വളക്കയെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. നാട്ടുകാർ ഒന്നടങ്കം ഇവിടെ കൂടിയിട്ടുണ്ട്. എല്ലാവർക്കും ഈ ഒരു അപകടത്തിൽപ്പെട്ട ബാക്കിയുള്ള കുട്ടികളെയൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. ഏതായാലും റൂറൽ SP അനൂജ് പലിവാളിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അടക്കം ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്നതിനെ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഈ ഒരു മരണപ്പെട്ട കുട്ടി ആശുപത്രിയിൽ എത്തുന്ന സമയത്ത് തന്നെ ആ കുട്ടി മരണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5ാം ക്ലാസ്സുകാരിയായ നേദ്യ രാജേഷ് എന്ന പെൺകുട്ടിയാണ് ഈ അപകടത്തിൽ ദാരുണമായി മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും കാര്യങ്ങൾ പരിശോധിക്കാനും എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്നതിനെ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കാനും വലിയ പോലീസ് സംഘം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. റൂറൽ SP അനൂജ് പലിവാളിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും ആ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. വാഹനം ഓവർ സ്പീഡിലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം പരിശോധിക്കുമെന്നൊരു വിവരം കൂടിയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും ഒരു സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുന്ന ഈ ഒരു കുട്ടികളെ ഇറക്കി പോകുന്ന സമയത്താണ് ഈ ഒരു ബസ് നിയന്ത്രണം വിടുകയും താഴ്ചയിലേക്ക് മറിഞ്ഞ ഇത്തരത്തിലൊരു ദാരുണമായ അപകടം ഉണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. 14 കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ഒരു കുട്ടി മരണപ്പെടുകയും ചെയ്തു എന്നുള്ളൊരു ദാരുണമായ സംഭവം തന്നെയാണ് ഇവിടുത്തെ ഈ ഒരു അപകടത്തെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്.
പരിക്കേറ്റ എല്ലാവരെയും തളിപ്പറമ്പിലെയും അതുപോലെ തന്നെ കണ്ണൂരിലെയും ഒക്കെ തന്നെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ പരിക്കേറ്റ കുട്ടികളുടെയൊക്കെ തന്നെ അപകടനില തരണം ചെയ്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം പോലീസും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഉടൻ തന്നെ ഈ അപകടത്തെ സംബന്ധിച്ചുള്ള എന്താണ് ഈ അപകടത്തിന് കാരണമെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ദേവിക, മിഥുൻ, അതോടൊപ്പം തന്നെ അവിടെയുള്ള പ്രദേശവാസികൾ ഇപ്പോൾ പറയുന്നത് എന്താണ്? കാരണം അതിൽ കൃത്യമായി എത്ര പേരുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം അപകടം ഉണ്ടായത്? നേരിൽ കണ്ടവരുണ്ടല്ലോ, അവർ എന്തൊക്കെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ദൃക്സാക്ഷികൾ എന്തൊക്കെയാണ് പറയുന്നത്? കാരണം ഈ ഒരു പ്രാഥമിക ഘട്ടത്തിൽ എന്താണ് ഈ അപകടത്തിന് കാരണം ഉണ്ടാക്കിയതെന്നറിയാൻ ഇനിയും സമയം ആവശ്യമാണ്. എന്നാലും പ്രാഥമികമായി അവിടെ നിന്നവർ അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങൾ നേരിട്ട് കണ്ടവരുണ്ടല്ലോ, അവർ എന്താണ് പറയുന്നത്? ദേവിക, അപകടത്തെ സംബന്ധിച്ച് കണ്ട ആളുകൾ ഇത് ദാരുണമായ അപകടമാണ്. നമുക്കറിയാം, ഈ കുന്നിൻ മുകളിൽ നിന്ന് കുട്ടിയെ മറ്റ് വിദ്യാർത്ഥികളെ ബസ്സിൽ നിന്ന് ഇറക്കിയ ശേഷം തിരികെ വരുന്ന സമയത്താണ് ഇത്തരമൊരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. കാരണം ഈ ഒരു അപകട സമയത്ത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഒരു പ്രദേശത്തുണ്ടായിരുന്നത്. ഇത് അത്ര വലിയൊരു പ്രധാനപ്പെട്ട ഒരു ടൗൺ അല്ല, കുറച്ച് കടകൾ മാത്രമുള്ളൊരു ചെറിയൊരു സ്ഥലമാണ്. എന്നാൽ അപകട വിവരം അറിഞ്ഞ് ആളുകൾ ഓടിയെത്തുകയും അവർ ഒന്നടങ്കം ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ദാരുണമായൊരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്പ സമയത്തിനകം തന്നെ ഈ അപകടത്തെ സംബന്ധിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അല്ലെങ്കിൽ വിവരങ്ങൾ എടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആളുകളൊക്കെ തന്നെ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. കാരണം ഈ നാടിനെ സംബന്ധിച്ച് വലിയൊരു ഞെട്ടിക്കുന്ന അപകടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ആ അപകടത്തിൻ്റെ ഒരു തീക്ഷ്ണത വളരെ വെളിവാക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിലും ഇപ്പോൾ നാട്ടുകാരായ ആളുകൾ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്തായിരുന്നു, എങ്ങനെ ഇത് അപകടം സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അപകടം എനിക്ക് രാത്രി കുട്ടികളെ ഇറക്കിയിട്ട് ഇങ്ങോട്ട് വരുന്നതാണ്. അന്നേരം ചവിട്ടി കിട്ടിയിട്ടുണ്ടാവില്ല, അത് നമ്മൾ കണ്ടിട്ടില്ല. വണ്ടി മറിഞ്ഞ ശേഷം ഞങ്ങൾ കാണുന്നത്. അതിനുശേഷം ഓടി വരികയായിരുന്നു, അങ്ങനെ വന്നതാണ്. ഓടി വന്നതിന് അങ്ങനെ കണ്ട് പിന്നെ അതിനുശേഷം നോക്കുമ്പോൾ ഒരു കുട്ടി അടിപ്പെട്ടത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട് അങ്ങനെയാണ് കുട്ടീനെ അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. പോകുമ്പോൾ ഏകദേശം ഒരു പകുതി വെച്ചിട്ട് കുട്ടി മരണപ്പെട്ടു പോയതിന്. ബാക്കിയുള്ള കുട്ടിക്ക് ചെറുതായിട്ട് പരിക്കുണ്ട്, ചില കുട്ടിക്ക് തലക്ക് ഇതെല്ലാമായിട്ട് പരിക്കുണ്ട് കാണാൻ. ഏതൊക്കെ ആശുപത്രികളാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ തളിപ്പറമ്പിലെ ഹോസ്പിറ്റലാണ്. അപകട ശബ്ദമാണ് ആദ്യം കേൾക്കണം. സൗണ്ട് കേട്ടിട്ടാണ് ഓടി വരുന്നത്. ആ സമയത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ജനങ്ങളുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു. ജനങ്ങളുള്ളതുകൊണ്ടാണ് അത്രയെങ്കിലും ആയത്. എന്നുവെച്ചാൽ ബസ് പൊക്കാനൊക്കെ ആയത് അതുകൊണ്ടാണ്. ഒരു കുട്ടി മാത്രം ബസ്സിന് അടിയിൽപ്പെട്ടു പോയി. വീഴുമ്പോൾ തന്നെ കുട്ടി അടിയിൽപ്പെട്ടതായിട്ട് നമ്മൾ CCTV നോക്കിയാൽ കാണും. അത് ആ രംഗം അങ്ങനെയാണ് പറ്റിയത്. ഈ രക്ഷാപ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം തീർത്തിന്. നമ്മൾ കുട്ടികളെ എല്ലാം ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു, ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. ഏതെങ്കിലും വരുന്ന വണ്ടിയിൽ തന്നെ കയറ്റി കൊണ്ടുപോയതിന്. വാഹനങ്ങളൊക്കെ ആ സമയത്ത് ഈ റൂട്ടിൽ ഇഷ്ടംപോലെ വണ്ടിയുള്ള ടൈമല്ലേ, അതുകൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഓരോരുത്തർ അങ്ങനെ കൊണ്ടുപോയതിന്. 15 കുട്ടികൾ മാത്രമാണോ വണ്ടിയിലുണ്ടായിരുന്നത്? അത് എത്രയാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഡ്രൈവറുടെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു? ഡ്രൈവറെ ഞങ്ങൾ കണ്ടിട്ടില്ല. നമ്മൾ ഡ്രൈവർ ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ കുട്ടികളെ അപകടത്തിന് ശേഷമാണ് ഇല്ല കണ്ടില്ല. അവയൊക്കെ ഇപ്പൊ ഇവർ പറയുന്നുണ്ട് പരിക്കുണ്ട്, ചെറുതായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറയുന്നു. ഇല്ലില്ല, ഞാൻ അപകടം കഴിഞ്ഞ് കുട്ടികളെ കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ എത്തിയത്, കയറ്റി വിടുമ്പോൾ എത്തിയത്. ഡ്രൈവറെ ലാസ്റ്റാണ് കൊണ്ടുപോയത്. അയാൾക്ക് പരിക്കുന്നുണ്ട്. കുട്ടികളുടെ അവസ്ഥ പറഞ്ഞു കേട്ടറിവ് ഒരു കുട്ടിയുടെ കാര്യം ഇതായിരുന്നു. ബാക്കിയുള്ളവർ പരിക്കുകളുണ്ടെന്ന് മാത്രമേ അറിയൂ. നാട്ടുകാരുടെ ഈ ഒരു പ്രതികരണത്തിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ് ദേവിക. കാരണം ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി, നാട്ടുകാരുടെ ഒരു കാര്യക്ഷമമായ ഇടപെടൽ തന്നെയാണ് വലിയൊരു ആപത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിച്ചതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 15 കുട്ടികളാണ് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. ഈ വാഹനം മറിയുന്ന സമയത്ത് തന്നെ ഒരു കുട്ടി ദാരുണമായി ബസ്സിന്റെ അടിയിൽപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് കുട്ടി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ബാക്കി വീഴ്ചയുടെ ആഘാതത്തിൽ ബാക്കിയുള്ള ആളുകൾ കൂടി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ നാട്ടുകാർ ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി കുട്ടികളെയൊക്കെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ഈ ബസ്സിനടിയിൽ കുടുങ്ങിപ്പോയ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് തൊട്ട് മുൻപേ തന്നെ മരണപ്പെട്ടു പോയി എന്നാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ആളുകൾ തന്നെ വ്യക്തമാക്കുന്നത്. അതായത് നാട്ടുകാരുടെ ഒരു കാര്യക്ഷമമായ ഇടപെടൽ തന്നെയാണ് വലിയൊരു ദുരന്തം ഈ ഒരു സമയത്ത് ഇവിടെ നിന്ന് ഒഴിവായി കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം. ദേവിക.
മിഥുൻ, അതോടൊപ്പം തന്നെ നമുക്ക് അറിയേണ്ടത് ഈ ഡ്രൈവറുടെ ആരോഗ്യനില അല്ലെങ്കിൽ ഡ്രൈവർക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ? കാരണം ഡ്രൈവർക്കായിരിക്കും കൂടുതൽ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുണ്ടാവുക. എന്തുകൊണ്ട് ഇത്തരം ഒരു സംഭവം ഉണ്ടായി എന്ന് കൂടുതൽ പറയാൻ സാധിക്കുക. മാത്രവുമല്ല, അവിടെ കൂടി നിന്ന ജനങ്ങളൊന്നും ഈ അപകടം നടന്നതിന് ശേഷം അല്ലെങ്കിൽ ബസ് മറിഞ്ഞതിന് ശേഷമാണ് അവിടെ കൂടുതൽ പേർ ഓടി എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടികൾ പോലും ഇടയ്ക്കൊക്കെ വേഗത ഉണ്ടായിരുന്നു ബസ്സിന് എന്ന് പറയുന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കണ്ടു നിന്നവരുടെ പ്രതികരണങ്ങൾ മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ വേറെ പ്രതികരണങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ, അല്ലേ? തീർച്ചയായും നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ സ്കൂളിൽ നിന്ന് കുട്ടികളെയും എടുത്ത് തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ കുട്ടികളെ ഇറക്കിയ ശേഷം താഴേക്ക് റോഡ് ഇറങ്ങി താഴേക്ക് വരികയായിരുന്നു ബസ്. ആ ബസ് ഈ കുന്നിറങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ റോഡിന്റെ ഒരു ഭാഗം വലിയൊരു തിട്ടയാണ്. ആ റോഡ് തിട്ട മറികടന്ന് വാഹനം തലകീഴായി താഴേക്ക് മറിയുന്നൊരു സാഹചര്യമായിരുന്നു. അതാണ് ഈ അപകടത്തിന്റെ ഒരു ആഴം വർദ്ധിപ്പിച്ചത് എന്ന് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ അപകടം, ഈ വലിയ വീഴ്ച തന്നെയാണ് ഈ കുട്ടി വാഹനത്തിൽ നിന്ന് തെറിച്ചു വീഴാനും ആ തെറിച്ചു വീണ ഉടനെ കുട്ടിയുടെ മുകളിലേക്കാണ് ബസ് മറിഞ്ഞത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇത് തന്നെയാണ് ഈ ഒരു അപകടത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. അത് തന്നെയാണ് ഇത്രയധികം ഈ ബാക്കി 14 കുട്ടികൾക്ക് പരിക്കേൽക്കുന്ന തരത്തിലേക്കും കാര്യങ്ങൾ പോയത്, ഒരു ധാരണ അന്ത്യം ഉണ്ടാകുന്ന തരത്തിലേക്കും കാര്യങ്ങൾ പോയത്. ഏതായാലും നേരത്തെ അല്പസമയം മുമ്പ് ഇവിടെ റൂറൽ SP അനൂജ് പലുവാൾ അടക്കമുള്ള ആളുകൾ എത്തിയിരുന്നു, കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. എന്തെങ്കിലും തരത്തിലുള്ള പരിശോധനകൾ വേണോ എന്നടക്കമുള്ള കാര്യങ്ങൾ, എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ബാക്കി ഈ ഡ്രൈവറുടെ നിലവിൽ ബാക്കിയുള്ള ആളുകളുടെ ഒക്കെ തന്നെ ആരോഗ്യനില ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ തന്നെ അപകടനില തരണം ചെയ്ത് അതിദാരുണമായ സംഭവം തന്നെയാണ് കണ്ണൂരിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു വിദ്യാർത്ഥി മരിച്ചു, 14 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കുറുമാത്തൂർ ചിന്മയ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 11 വയസ്സുള്ള പെൺകുട്ടിയാണ് അപകടത്തിൽ മരിച്ചത്. അപകടത്തിൽ ബസ്സിൽ നിന്ന് പെൺകുട്ടി തെറിച്ച് വീണാണ് മരണം സംഭവിച്ചത്. പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മിഥുൻ പിള്ളയാണ് അവിടെ നിന്ന് ചേർന്നത്.